പൊളിച്ചു കഴിഞ്ഞോ? വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? കാരണം രാവിലെ തന്നെ തുടങ്ങിയതാണല്ലോ. ഈ കല്ലറ പൊളിച്ചു കഴിഞ്ഞോ? എന്താണ് കമലേഷ്? ഈ കല്ലറ പൊളിക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരു 20 മിനിറ്റോളം മാത്രമേ ആകുന്നുള്ളൂ. ഇപ്പോഴാണ് ഈ പൊളിക്കുന്ന തൊഴിലാളികളടക്കം അങ്ങോട്ട് പോയത്. ഏതായാലും ഇത് പൊളിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനകത്ത് മൃതദേഹമുണ്ട് എന്ന് വേണം നമുക്കിപ്പോൾ അനുമാനിക്കാൻ. ഏതായാലും ആംബുലൻസ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ മൃതദേഹം ആംബുലൻസിനകത്ത് കയറ്റിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പാണ് എന്നാണ് തോന്നുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് തേടേണ്ടതുണ്ട് മനു. തീർച്ചയായും ഇതാണ് നിയമത്തിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് കമലേഷ്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയിരുന്നൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. വളരെ വേഗത്തിൽ കാര്യങ്ങൾ പൂർത്തിയാക്കി അതിൻ്റെ നിയമപരമായ പരിശോധനകൾ നടത്തി മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നിയമം. അതിൻ്റെ ശക്തിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ, അത് നടപ്പാക്കി കഴിഞ്ഞാൽ മറ്റെല്ലാവർക്കും മാറി നിൽക്കേണ്ടി വരും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഇവിടെ ഇനി നമ്മുടെ മുൻപിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇപ്പോൾ കമലേഷൻ നമ്മളെല്ലാം തുടക്കം മുതൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇത് സ്വാഭാവിക മരണമാണോ അതോ അസ്വാഭാവിക മരണമാണോ എന്നറിയേണ്ടതുണ്ട്. അസ്വാഭാവിക മരണമാണെങ്കിൽ അത് കൊലപാതകം എന്ന തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം നമ്മുടെ മുൻപിൽ വന്ന് അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞ മക്കളടക്കം, ഭാര്യയടക്കം അതിന് മറുപടി പറയേണ്ടി വരും. കാരണം ഇവരുടെ എല്ലാവരുടെയും അറിവോടെയാണല്ലോ ഇത് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും മനു, ആ നിലയിൽ തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. ഇവരുടെ എല്ലാം അറിവോടുകൂടി തന്നെയാണ്, അതായത് ഈ കുടുംബം കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു അന്ധവിശ്വാസത്തിന് കൂട്ടുനിൽക്കുകയും ഇദ്ദേഹത്തെ ഈ കല്ലറയിൽ അടക്കുകയും ചെയ്തിട്ടുള്ളത്. ആ നിലയിൽ ഇനി ഏത് നിലയിലാണെങ്കിലും മരിക്കുന്നതിന് മുൻപാണ് ഇദ്ദേഹത്തെ അതിനകത്ത് അടക്കിയിട്ടുള്ളതെങ്കിൽ ശ്വാസം മുട്ടി തന്നെയാവും അദ്ദേഹം മരിച്ചിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ നിലയിൽ ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വരികയാണെങ്കിൽ ഈ കുടുംബം ഒന്നടങ്കം ജയിലിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടാകും. ഇത് വളരെ കൃത്യമായി ഇതിനെ ഒരു ചെറുക്ക് അല്ലെങ്കിൽ ഇതിന് പ്രതിഷേധം എന്നുള്ള നിലയിൽ ഈ അമ്മയടക്കം, അതായത് ഈ ഗോപന്റെ ഭാര്യയടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് അന്ന് ഒരുക്കിയത്. ഈ കല്ലറയ്ക്ക് മുന്നിൽ കിടന്നുകൊണ്ട് അലറി വിളിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധം. ഇവരുടെയൊക്കെ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് അന്ന് പോലീസിന് പിന്മാറേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോടതിക്കടക്കം ഇതിൽ ചോദിക്കേണ്ടി വന്നത്, ഇതെല്ലാം കോടതിയും കാണുന്നുണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും വാർത്തകളും എല്ലാം തന്നെ കോടതിയും കാണുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് എന്തിനാണ് ഇതിൽ നിങ്ങൾക്ക് ഇത്ര പേടി എന്ന ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടിയാണ്. എന്തിനാണ് ഇതിനെ എതിർക്കുന്നത് എന്നതാണ്. പക്ഷേ മക്കളുടെ ഇതിനകത്തുള്ളൊരു വാദം എന്ന് പറയുന്നത് 41 ദിവസത്തെ ഒരു പൂജ ഇതുമായി ബന്ധപ്പെട്ട്, ഈ സമാധിയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. അതിനു മുൻപ് ഇത് പൊളിച്ച് പുറത്തെടുക്കുന്നത് തങ്ങളുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്നൊരു വാദമാണ് ആ നിലയിൽ അന്ന് മക്കൾ മുന്നോട്ട് വെച്ചത്. അതിനെതിരെയാണ് പ്രതിഷേധം എന്നുകൂടി പറഞ്ഞു. മറ്റ് വിഷയങ്ങളെല്ലാം തന്നെ പിന്നീട് പരിശോധിക്കാമെന്നും പറഞ്ഞു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം കൂടി ഈ മക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ വിഷയത്തിൽ തങ്ങൾക്ക് കൃത്യമായി, അതായത് ഈ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്നതടക്കം മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം മകനോട് ചോദിച്ചു. പക്ഷെ അപ്പോഴൊന്നും കൃത്യമായ ഒരു മറുപടിയില്ല. ഒരു അഴകുഴമ്പൻ മറുപടി പറഞ്ഞ് മാറുന്ന ഒരു നിലയാണ്.